കനോലി സാഹിബിൻ്റെ തേക്കിൻതോട്ടം കണ്ടതിന് ശേഷം നമ്മൾ പോയത് തേക്ക് മ്യൂസിയം കാണാനാണ്. വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു തേക്ക് മ്യൂസിയം. വലിയ വലിയ ഒരു മരങ്ങൾ, തേക്കുകൾ, ഒരു തേക്കിൻ എന്ന ഒറ്റ മരം ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ നമുക്കെല്ലാം നൽകുന്ന ഒരുപാട് വലിയ ഉപകാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് വായിച്ച് അവിടെയുള്ള ഓരോ ബോർഡുകളും വായിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചെറുതായി പോയ പോലെ, നമ്മൾ ഈ സമൂഹത്തിന്, ഈ ഭൂമിക്ക്, പ്രപഞ്ചത്തിന് ഒന്നും തിരിച്ചു നൽകുന്നില്ല എന്നുള്ളതാണ്. വല്ലാതെ കൊച്ചായി പോയ പോലെ, ഒരു മരത്തിന് മുന്നിൽ നമ്മൾ കൊച്ചായി പോവുക എന്ന് പറഞ്ഞാൽ എത്ര എത്ര നല്ല മരങ്ങളുണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന. നമ്മുടെ ഭൂമിയുടെ സന്തുലനാവസ്ഥക്ക്, പ്രകൃതിയുടെ സന്തുലനാവസ്ഥക്ക് ഇത് ഒരു തേക്ക് മരം തന്നെ എത്ര സംഭാവന ചെയ്യുന്നുണ്ട് അറിയുമ്പോൾ നമ്മൾ ഈ ഭൂമിക്ക്, സമൂഹത്തിന്, സമുദായത്തിന് എന്ത് സംഭാവന നൽകി കടന്നു പോവുക. നമ്മൾ ഉപദ്രവിക്കുക എന്നല്ലാതെ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഏതായാലും ഒരുപാട് പഴയ കനോലി സാഹിബ് ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു. പഴയ ഒരുപാട് ഫർണിച്ചറുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഫുള്ള് തേക്കിൻ്റെ ഒരു വലിയൊരു പഠനം തന്നെ. കണ്ട, ഒരു തേക്ക് ഒന്നായിട്ട് അടി വെട്ടി കൊടുക്കുന്ന വെച്ചിട്ടാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് ഇതാ കനോലി സാഹിബ്. ഇതാണ് കനോലി സാഹിബ്. അവിടെ അവിടെ തേക്ക് ഉള്ള അവിടെ ഒരു കനാലുണ്ടല്ലോ, ആ പുഴയിൽ, കനാലല്ല പുഴയിൽ മുങ്ങി വെച്ചതാന്ന് പറയുന്നത്. ഒരുപാട് ഐറ്റം ബട്ടർഫ്ലൈ, അതിനെല്ലാം പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ കുറേ നേരം നോക്കിയെന്ന്. അതേപോലെ അവിടെ വരുന്ന കീടങ്ങൾ, സർപ്പതങ്ങൾ, എല്ലാത്തിനെയും ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഈ ഭൂമിക്ക് ആവശ്യമാണ്. തോക്കുകൾ, കുറേ കാര്യങ്ങളുണ്ട്. ഏതായാലും അവിടുന്ന് പുറത്തോട്ടിറങ്ങിയത് നമ്മൾ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ തന്നെയായിരുന്നു. ഒരു മരത്തിൻ്റെ മുന്നിൽ നമ്മൾ കൊച്ചായി പോവുകയെന്ന് പറഞ്ഞാൽ, നമ്മളവിടെ പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെയുള്ള എല്ലാ ബോർഡുകളും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇറങ്ങണം. വെറുതെ കാണുക, ആസ്വദിക്കുക എന്നുള്ളതല്ല. ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി. കുട്ടികൾക്ക് കളിക്കാനും ഇതൊക്കെ ഉള്ള ഒരുപാട് പ്ലേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ.